അടുത്ത നമ്മൾ നോക്കുന്നത് 26ാമത്തെ ചോദ്യമാണ്. നമ്മുടെ 26ാമത്തെ ചോദ്യം ഇതാണ്. If the solution curve y equal to y of x of differential equation 1 plus y square into 1 plus log x dx plus x dy equal to 0, where x greater than 0 passes through the point 1 1 and y of t equal to alpha minus tan 3 by 2 divided by beta plus tan 3 by 2, where alpha plus 2 beta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 1 plus y square into 1 plus log x dx plus x dy equal to 0. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ വേരിയബിൾ സെപ്പറേറ്റ് മെത്തേഡ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നോക്കാം, 1 plus y square into 1 plus log x dx മൈനസ് എക്സ് ഡി വൈ എന്ന് എഴുതുന്നു. ദെൻ ഇത് അറേഞ്ച് ചെയ്താൽ എന്ത് വരും? dy by 1 plus y square equal to 1 plus log x divided by x dx എന്ന് വരുന്നു. ദെൻ ഇപ്പുറത്തോട്ട് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കാം മക്കളെ, ഇവിടെ ഇൻ്റഗ്രേഷൻ കൂടെ കൊടുക്കണം. ഓക്കെ, ദെൻ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 1 പ്ലസ് log x divided by x dx plus integral dy by 1 plus y square equal to 0. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ എന്തൊന്ന് കൊടുക്കുന്നു? t എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം 1 പ്ലസ് log x എന്ന് പറയുന്നത് t ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ അല്ലെ, ടി സ്ക്വയർ ആയിരുന്നു വരുന്നത്. അപ്പം 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇൻ്റഗ്രൽ ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് വൈ ദെൻ സി, കോൺസ്റ്റന്റ് സി വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാസസ് ത്രൂ ദി പോയിന്റ് 1 1 എന്നാണ് പറയുന്നത്. അപ്പം എക്സും വൈയും എന്താണ്? പാസസ് ത്രൂ ദി പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് കോമ വൈ ഈക്വൽ ടു 1 1 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എക്സിനും വൈക്കും 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോക്കിയേ, 1 പ്ലസ് ലോഗ് 1 അല്ലേ, ദെൻ ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് വരും? യെസ്, ഇത് നമുക്ക് 1/2 എന്ന് വരും. ദെൻ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1 വരുവാണെങ്കിൽ എന്ത് വരും? യെസ്, π/4 ആണ് അല്ലേ. π/4 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സി എന്ന് കിട്ടി. അപ്പോൾ 1/2 പ്ലസ് π/4 ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? and y of e equal to alpha minus tan of 3/2 divided by beta plus tan of 3/2 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? y of e ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y equal to y of x എന്നാണ് അല്ലേ. അപ്പോൾ y of e എന്ന് പറഞ്ഞാൽ x ന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? e സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ y of e ആണ് ഇനി എഴുതാൻ പോകുന്നത്. ഇനി y of e ആണല്ലോ, y of e ആണ്. അപ്പം x ന് സ്ഥാനം നമ്മൾ എന്ത് കൊടുക്കണം? e സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, 1 പ്ലസ് log x ആണ്. അപ്പോൾ log e എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് 1 2 ആണ്. 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കിന് 2 വരും അല്ലേ. അപ്പോൾ 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു സി ആണ്. സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1/2 പ്ലസ് π/4. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ഞാൻ. അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു π/4 മൈനസ് 3/2 എന്ന് കിട്ടും. കാരണം അവിടെ ഒരു 1/2 ഉണ്ട്. ദെൻ ഇപ്പുറത്തോട്ട് ആ 2നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് 3/2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ വേണ്ടത്? y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് π/4 മൈനസ് 3/2 എന്നാണ് വരുന്നത്. ക്ലിയർ ആണോ? ഇതിൻ്റെ ആൻസർ എന്താ മക്കളെ വരുന്നത്? 1 മൈനസ് ടാൻ 3/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 3/2 എന്നല്ലേ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y of e ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ആൽഫ മൈനസ് ടാൻ 3/2 ഡിവൈഡ് ബൈ ബീറ്റ പ്ലസ് ടാൻ 3/2. അപ്പം ഇവിടെ ആൽഫയും ബീറ്റയും എത്രയാണ് വന്നിരിക്കുന്നത്? 1 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ആൽഫ 1 ആണ്, ബീറ്റ 1 ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മളോട്? ആൽഫ പ്ലസ് 2 ബീറ്റയാണ്. അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു 1 എത്രയാണ് വരുന്നത്? 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻസ് ഇല്ല. 3 ആണ് നമ്മുടെ ആൻസർ.